ചരിത്രപ്രസിദ്ധമായ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിൽ 4,68,00,000 രൂപ ചെലവിൽ നടപ്പാക്കിയ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ക്ഷേത്രം പുതിയ മുഖച്ഛായയിലേക്ക് മാറുന്നു. ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ക്ഷേത്ര പരിസരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി മുൻ MLA KD പ്രസേനന്റെ നിർദ്ദേശപ്രകാരം വിവിധ വികസന പദ്ധതികളാണ് നടപ്പാക്കിയത്. നവീകരണ പദ്ധതിയുടെ ഭാഗമായി ആകർഷകമായ തൂക്കുപാലം, കോഫി ഷോപ്പ്, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ടോയ്ലറ്റ് ബ്ലോക്ക്, കുട്ടികൾക്കായുള്ള പാർക്ക്, സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഓപ്പൺ സ്റ്റേജ്, ബലിക്കടവ് എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേത്ര പരിസരത്തിന്റെ സുരക്ഷയും രാത്രികാല സൗകര്യവും വർദ്ധിപ്പിക്കുന്നതിനായി ഹൈമാസ്റ്റ്, മിനി മാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ചു. ഭക്തർക്കും സന്ദർശകർക്കും വിശ്രമിക്കാനും കുടുംബസമേതം സമയം ചെലവഴിക്കാനും അനുയോജ്യമായ രീതിയിലാണ് ക്ഷേത്രം പരിസരം വികസിപ്പിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള തൃപ്പാളൂർ ശിവക്ഷേത്രം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നത്. വർദ്ധിച്ചുവരുന്ന ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. തൂക്കുപാലം ഉൾപ്പെടുത്തിയതോടെ ഭക്തർക്ക് ക്ഷേത്ര പരിസര സൗന്ദര്യം ആസ്വദിക്കുവാൻ സഹായകമാകും. മരങ്ങൾക്കു ചുറ്റും ഒരുക്കിയ ഇരിപ്പിടങ്ങൾ ഭക്തർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ബലിക്കടവ് നവീകരിച്ചതിലൂടെ ആചാരാനുഷ്ഠാനങ്ങൾ കൂടുതൽ ക്രമബദ്ധമായി നടത്താൻ സാധിക്കും. കോമ്പൗണ്ട് മുഴുവൻ ടൈൽ പതിച്ചതോടെ ക്ഷേത്ര പരിസരത്തിന്റെ ശുചിത്വവും ഭംഗിയും വർദ്ധിച്ചു. അതേസമയം കോഫി ഷോപ്പും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ദീർഘദൂരങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർക്ക് ഏറെ ഉപകാരപ്രദമാകും. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ തൃപ്പാളൂർ ശിവക്ഷേത്രം ആത്മീയതയും പൈതൃകവും ആധുനിക സൗകര്യങ്ങളും സമന്വയിപ്പിച്ച ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലെ നവീകരണ കലശം ഭംഗിയായി കഴിഞ്ഞിരിക്കുകയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം തന്നെ ഭംഗിയായി നടന്നു. ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തി. ഇനി അടുത്തതായിട്ട് കർക്കിടക വാവാണ്. ഈ ക്ഷേത്രത്തിൽ തുലാമാസത്തിനും അതുപോലെ തന്നെ കർക്കിടക വാവിലും ഉള്ള കറുത്ത വാവിന് പ്രതിതർപ്പണം നടത്താറുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തൂക്കുപാലവും അനുബന്ധ പ്രവർത്തനങ്ങളും ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള കുളിക്കടവിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ ഹാൻഡ് റെയിൽ വയ്ക്കുന്ന പണി മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ 2 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന പ്രതിതർപ്പണ ചടങ്ങുകൾ ഈ വർഷം എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി നടത്തുന്നതിനും ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും തീരുമാനിച്ചിട്ടുണ്ട്. ആ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും, പ്രതിതർപ്പണത്തിനായി വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ്. നിലവിലിപ്പോൾ മുൻകൂട്ടി ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. അടുത്ത കർക്കിടക മാസം തുടങ്ങുന്നതോടുകൂടി തന്നെ മുൻകൂട്ടി ബുക്കിംഗ് തീരുമാനമാവും. UTV ന്യൂസ്, പാലക്കാട്.